ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ റോജർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി. കുറേ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു, വർക്കിൻ്റേതായിട്ടുള്ള കുറേ തിരക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോസ് കുറച്ച് ഡിലേ വന്നത്. പിന്നെ ഞാനിപ്പോൾ വന്നിട്ട് ഒരാഴ്ചയായി. ഇന്നലെ നിങ്ങൾ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ തളിക്കാവിലത്തെ പൂരം കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന ടോപ്പിക്, ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സിനിമ അത്ര എനിക്ക് ചെറുപ്പം മുതലൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഓരോ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം, അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളെ അറിയിക്കണം എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് റോജർ ടോക്സിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ അങ്ങനെയൊന്നും പറയണ്ട, അതായത് ഞാൻ ചെയ്യാനുള്ളൊരു കാരണം. അപ്പോൾ ഈ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ പ്രശ്നം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഈ ആൻ്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആൻ്റണി പെരുമ്പാവൂർ ഇവർക്കെതിരായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാണ് അവർ പറയുന്നത്. അതായത് ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ സംഘടനയിൽ നേരിട്ട് ബോധിപ്പിക്കാമെന്നായിരുന്നു നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്ന വാദം. അപ്പോൾ അത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല തോന്നുന്നു. അപ്പോൾ അല്ലെങ്കിൽ ആളെ സസ്പെൻഷൻ ചെയ്യുന്നൊക്കെയാണ് ഇന്നത്തെ ന്യൂസിലും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ന്യൂസിലത്തെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജൂണിലാണ് നമ്മുടെ സിനിമയുടെ പണിമുടക്ക് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരൊരു ഇത് പുറത്തു വിട്ടിട്ടുണ്ട്. എന്താ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ, മാർച്ച് 27 ഇവർ സൂചനാ പണിമുടക്ക് ആചരിക്കും. അപ്പോൾ ഈ മാർച്ച് 27 നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ മൂവി റിലീസ് വെച്ചിരിക്കുന്നത്. അതായത് അത്രയും ബിഗ് ബഡ്ജറ്റ് ഒരു മൂവിയാണ് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു പടം. അത്രയും പൈസ മുടക്കിയിട്ടുള്ള ഒരു മൂവിയാണ്. ആ സമയത്ത് അപ്പോൾ ഇതിൻ്റെ ഒരു മാസം മുന്നേ, 1.5 മാസം മുന്നേ ഇതിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ തോന്നിയത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ കുഞ്ഞാലിമരക്കാർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇതേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞു, ഈ കുഞ്ഞാലിമരക്കാർ എന്ന് പറഞ്ഞ പടം ഞാൻ OTT കൊടുക്കുകയാണ്, തിയേറ്ററുകാർക്ക് തരില്ല. അപ്പോൾ അന്ന് മറ്റേ ഇതിൻ്റെ തിയേറ്ററിൻ്റെ അസോസിയേഷൻകാരും എല്ലാ ആളുകളും പറഞ്ഞു ഈ പടം തിയേറ്ററിന് വേണം. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഇതുണ്ടാക്കിയിട്ടായിരുന്നു. അപ്പോൾ ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ അടിച്ച് വരിക എന്ന് പറയണതാണോ, അതോ ആ സമയത്തൊരു ആ പടത്തിനൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ചെയ്തൊരു ഗെയിമാണോ, അല്ലെങ്കിൽ ഇപ്പോഴും അത് തന്നെയാണോ നടക്കണേന്ന് തന്നെയാണ് എൻ്റെ ഒരു ബലമായ ഒരു ഡൗട്ട്. ബിക്കോസ് ദീസ് 2 മൂവീസ് ഇൻ ബിഗ് ബഡ്ജറ്റ് മൂവീസ്, അതായത് ഈ കുഞ്ഞാലിമരക്കാരും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു, ഈ പടം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു. അന്ന് അത് 100 കോടിക്ക് എടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ എമ്പുരാൻ അതിനും കൂടുതൽ വരുന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്കറിയില്ല എന്താണ് അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ. പക്ഷേ എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഇതിപ്പോൾ നടക്കുന്നത് ഒരു പക്ക പ്രൊമോഷൻ കളിയാണ്. എമ്പുരാൻ്റെ പക്ക പ്രൊമോഷൻ കളിയാണ് നടക്കുന്നത്. ഈ മാർച്ച് 27 എന്ന് പറഞ്ഞ ദിവസം ഈ പടം റിലീസാവുകയും ചെയ്യും, ഒരു സീനും ഇല്ല. അപ്പോൾ ഇത് പ്രൊമോഷൻ്റെ ഭാഗമാണ്, നമ്മൾ ഇത് മൈൻഡ് ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നീ ഇതെന്തിനാ ഇത് പറയാൻ വന്നത്? അപ്പോൾ എനിക്ക് പറയാൻ തോന്നി, കാരണം ഇവരെ അത് നമ്മളിത് കാണിക്കേണ്ട കാര്യമില്ല ഇതിലെത്ര വലുതായിട്ട്. പടം എന്തായാലും മാർച്ച് 27 റിലീസാവും, അതിലൊരു തർക്കമില്ല, അതിലൊരു മാറ്റമില്ല. കാരണം ഇത്രയും ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അവരത് റിലീസ് നീട്ടും തോറും അതിൻ്റേതായിട്ടുള്ള, അതായത് ഓരോ സിനിമ ഇറങ്ങുന്നത് ഓരോ ടൈമിൽ ഇറങ്ങണം, അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മാർച്ച് 27 തന്നെ ഈ പടം റിലീസ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സംഭവം. പിന്നെ നെക്സ്റ്റ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡ്യൂസേഴ്സിന് ഒരു വില കൊടുക്കണം. അത് നടന്മാർ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നടന്മാരെ ആവശ്യമുണ്ടെങ്കിൽ പ്രൊഡ്യൂസർമാർക്കും വിളിച്ചാൽ മതി. 2 ആൾക്കാരുടെ ഭാഗത്തും ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പോഴത്തെ എല്ലാ നടന്മാർക്കും ഓരോ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ദുൽഖറിനുണ്ട്, മമ്മൂട്ടിക്കുണ്ട്, മോഹൻലാലിന് മുമ്പേ ഉണ്ട്, ആശീർവാദ് ഉണ്ട്.
പിന്നെ നമ്മുടെ അങ്ങനെ ഒരുവിധം എണ്ണം പറഞ്ഞ എല്ലാ നടന്മാർക്കും ഉണ്ട്. പൃഥ്വിരാജിനുണ്ട്, പൃഥ്വിരാജിൻ്റെ ഇതുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരുവിധം ഈ സംഭവം ഉണ്ട്. പിന്നെ ഇന്നത്തെ പ്രേക്ഷകർ മണ്ടന്മാരാണ് നിങ്ങൾ പ്രൊഡ്യൂസർമാരും നടന്മാരും വിചാരിക്കരുത്, ദയവ് ചെയ്ത് വിചാരിക്കരുത്. കാരണം ഇന്ന് പ്രേക്ഷകർക്ക് ബുദ്ധിയുണ്ട്, ഞങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഞങ്ങൾ OTTയിൽ കാണാൻ വിചാരിച്ച പടം ഞങ്ങൾ OTTയിൽ തന്നെ കാണുള്ളൂ. ഞങ്ങൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ച പടം തിയേറ്ററിൽ പോയിട്ട് ഞങ്ങൾ പ്രേക്ഷകർ കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഗെയിമൊന്നും വേണ്ട. നിങ്ങൾ മര്യാദയ്ക്ക് പടം റിലീസാക്കണമെങ്കിൽ ഇറക്കുക. നല്ല പടമാണെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ സ്വീകരിച്ച് അത് വിജയിപ്പിച്ച് തരും. നിങ്ങൾ ഇങ്ങനത്തെ ഉടായ്പ് പ്രൊമോഷൻ്റെ ഒന്നും വിടേണ്ട ഒരു ആവശ്യമില്ല. നല്ല പടമാണെങ്കിൽ നിങ്ങളുടെ പടം വിജയിപ്പിച്ച് കയ്യിൽ തരും. അങ്ങനത്തെ പ്രേക്ഷകർ ഇനി കേരളത്തിലുള്ളൂ. അപ്പോൾ ഈ OTT ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല, വിജയിച്ചാൽ മാത്രമേ അതിൻ്റെ കാശും കിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രേക്ഷകർ തന്നെ ഉണ്ടാവുള്ളൂ, മനസ്സിലായ? തിയേറ്ററിൽ മര്യാദയ്ക്ക് സിനിമ റിലീസ് ചെയ്യിപ്പിക്കുക. എമ്പുരാൻ എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കണേ, ആ പടം മര്യാദയ്ക്ക് തിയേറ്ററിൽ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യുക. നിങ്ങളുടെ ഈ ഗെയിമും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ താല്പര്യമില്ല, പടം കാണാനാണ് കാത്തിരിക്കണം. അപ്പോൾ മര്യാദയ്ക്ക് ആ പടം തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഞങ്ങൾ പ്രേക്ഷകർക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ ബൈ.